ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഹെയർ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തലയിൽ പരീക്ഷിച്ച് നോക്കി എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്. പാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സെറം, നാച്ചുറൽ സെറം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഞാൻ ആ ഒരു സെറത്തിൻ്റെ കൺസിസ്റ്റൻസിയിലായിട്ടാണ് ഇതെടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നാച്ചുറൽ സെറത്തിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതെങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ നെക്സ്റ്റ് അപ്ഡേഷൻ എന്താണെന്ന് അറിയാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യം പറയാം. എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആണ്. ഞാൻ സ്കൂൾ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല അത്യാവശ്യം മുടി ഉണ്ടായിട്ടുള്ള ഒരാളായിരുന്നു. അതിനുശേഷം കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. സ്ട്രെസ്സ്, ഡിപ്രഷൻ അതൊക്കെ ലൈഫിലോട്ട് വന്നു. ആ ടൈമിൽ ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു എനിക്ക്. ഹെയർ ഫാൾ എന്ന് പറയുമ്പോൾ മുടി പോയതിന് ഒരു കണക്കുമില്ല. എൻ്റെ തലയിലുണ്ടായിരുന്ന മുടി ഉണ്ടായിരുന്ന മുടിയിൽ പകുതിയും കൊഴിഞ്ഞു പോയെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ഹെയർ ഫാൾ ആയിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നത്, വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പരീക്ഷിക്കുമായിരുന്നു. ഉലുവ, അത് മറ്റത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ച്, കറിവേപ്പില, അതെല്ലാം പരീക്ഷിച്ചിട്ട് എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഹെയർ ഫോൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ തലയിൽ നിന്ന് പോയ മുടി എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ തലയിൽ എത്ര മുടി ഉണ്ടായിരുന്നെന്ന് അറിയാനും എത്രത്തോളം എൻ്റെത് പൊഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയാനായിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാനിത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മുടി എൻ്റെ തലയിൽ നിന്ന് പോയിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ കറൻ്റ്ലി ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ എൻ്റെ തലയിൽ എന്തുമാത്രം ഹെയർ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സെറം തേച്ചപ്പോഴത്തേക്കും പണ്ടത്തെ പോലെ അത്രയും എൻ്റെ മുടി ഹെയർ ആയിട്ടില്ലെങ്കിൽ കൂടിയും ഇതിൻ്റെ ഹെയർ ഫോൾ എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എൻ്റെ ഹെയർ ആയിട്ടുണ്ട്. മുടി വളരുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. മുമ്പുണ്ടായിരുന്നേക്കാളും ലെങ്ത് എനിക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ തലയിൽ നിന്ന് പൊഴിഞ്ഞു പോയ മുടി എത്രത്തോളം ആണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയാനായിട്ടാണേ. ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട്. ഇത് ഇങ്ങനെ എടുത്ത് നോക്കുന്ന ടൈമിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്തുമാത്രം സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഇത് സത്യം പറഞ്ഞാൽ ഇത് രണ്ടാമത് പൊഴിഞ്ഞ മുടിയാണ്. ഇത് രണ്ടാമത്തെ സെറ്റ് പൊഴിഞ്ഞതാണ്. ആദ്യം കുറേ ഇങ്ങനെ എടുത്ത് പൊഴിഞ്ഞ് ഞാനതെടുത്ത് മാറ്റി വെച്ചിരുന്ന സമയത്ത് അമ്മ അതെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പൊഴിഞ്ഞ മുടിയാണ് ഞാനിത് മാറ്റി വെച്ചിട്ട് കളയരുതെന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന മുടിയാണ്. ഇതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമവും തോന്നും. പക്ഷേ ഞാൻ ഇതുപോലെ മുടി വളർത്തിയെടുത്തു എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷവും തോന്നും. ആ സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ തനിയെ ഇത്രയും പൊഴിഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ ഇത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു, ഇത്രയും പൊഴിഞ്ഞു പോയ സ്ഥിതിക്ക്. പക്ഷേ ഞാൻ തന്നെ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ ടിപ്സ് ചെയ്ത് നാച്ചുറലായിട്ട് തന്നെ ഞാൻ ഹെയർ വളർത്തിയെടുത്തിട്ടുണ്ട്. ഈ പോയ മുടി അത്രയും വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു മാക്സിമം കാണാനൊരു കൊള്ളാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ എൻ്റെ തലയിൽ മുടിയുണ്ട്. അത് ഞാൻ തന്നെയാണ് അത്രയും വളർത്തിയെടുത്തത്. ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ടിപ്സ് വെച്ചിട്ടും പിന്നെ വേറെ പല പല കാര്യങ്ങൾ തലയിൽ പരീക്ഷിച്ചിട്ടുമാണ് ഞാൻ ഇപ്പോഴുണ്ടായിരുന്ന മുടി വളർത്തിയെടുത്തത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ തലയിൽ ഇപ്പോൾ എത്ര മുടിയുണ്ടെന്ന് കാണിച്ചു തരാം. ഇത്രയും ലെങ്ത്താണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഞാൻ പൊഴിഞ്ഞു പോയ മുടിയുടെ കളക്ഷൻ കാണിച്ചു തന്നതിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇത്രയും മുടി വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഇത് ഇങ്ങനെ ആവുമെന്നുള്ളത് ഞാൻ സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇപ്പോഴും തിക്നെസ് ഭയങ്കരമായിട്ട് കുറവാണ്. എനിക്ക് ലെങ്ത്ത് നല്ലപോലെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്, പക്ഷേ തിക്നെസ് കുറവാണ്. ഇനിയും ഞാൻ ഹെയർ കെയർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറയാൻ പോകുന്ന ആ സെറം ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തേച്ച് എനിക്ക് തോന്നുന്നു ഇനി കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് തിക്നെസ്സും കൂടെ, പണ്ടുണ്ടായിട്ടുള്ള ആ ഒരു തിക്നെസ്സും കൂടെ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. കാരണം ഞാൻ പോലും വിചാരിച്ചതല്ല എൻ്റെ മുടി ഇത്രയും നീളം വയ്ക്കുമെന്ന്. കാരണം അമ്മാതിരി മുടിയാണ് എൻ്റെ തലയിൽ നിന്ന് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ തലയിലുണ്ടായിരുന്ന മുടിയിൽ മുക്കാൽ മുടിയും പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഇത്രയും വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇനിയും എനിക്ക് തിക്നെസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ
ശ്രദ്ധിച്ച് കേട്ടിട്ട് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് അതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തലയിൽ യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ, ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉലുവയും കറിവേപ്പിലയും. ഉലുവയും കറിവേപ്പിലയും നമ്മൾ രണ്ടും ഒരുപോലെ എടുക്കുക. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒരു പ്രശ്നവുമില്ല. ഇത് രണ്ടും എടുത്തതിന് ശേഷം നമ്മളൊരു പാനിൽ വെച്ച് നല്ല രീതിക്ക് അതിനെ ചൂടാക്കി എടുക്കുക. നല്ല രീതിക്ക് ചൂടാക്കി എടുക്കുന്ന ടൈമിൽ ഈ കറിവേപ്പില നല്ല രീതിക്ക് പൊട്ടി വരും. പൊട്ടി വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാവുന്ന ടൈമിൽ രണ്ടും നമ്മൾ ഒരു ജാറിലേക്ക് മാറ്റി നല്ല രീതിക്ക് പൊടിച്ച് പൗഡറാക്കി വെച്ചിരിക്കുക. പൗഡറാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രാത്രി കിടക്കാൻ പോകുന്ന ടൈമിൽ ഒരു കപ്പിൽ 2 ടേബിൾ സ്പൂൺ ഇതിൽ നിന്ന് പൊടിയെടുത്തിട്ടിട്ട് 1/2 കപ്പ് വെള്ളം വെച്ചിട്ട് നല്ല രീതിക്ക് കലക്കി വെച്ചിരിക്കുക. പിറ്റേന്ന് രാവിലെ ചെന്ന് നോക്കുമ്പോൾ നല്ല രീതിക്ക് ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ജെൽ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് അതുപോലെ തലയിൽ അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുത്തിട്ട് നല്ല രീതിക്ക് ഒരു സെറം ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന ടൈമിൽ ആ ഒരു സെറത്തിൻ്റെ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് കോട്ടൺ തുണിയിൽ അരിച്ചെടുത്തിട്ടാണ് ഞാൻ തലയിൽ യൂസ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അരിക്കാതെ എടുത്ത് തലയിൽ തേക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടി നമ്മുടെ തലയിൽ തങ്ങി നിന്ന് ഡാൻഡ്രഫ് കൂടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഉലുവയുടെ പൊടി ദേഹത്ത് പറ്റിക്കഴിഞ്ഞിരുന്നാൽ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതും കൂടെ കൊണ്ടിട്ട് ഞാൻ നല്ല രീതിയിൽ അരിച്ചെടുത്ത് ആ ഒരു ലിക്വിഡ് സ്റ്റേജിലെത്തുന്ന ഇതിലാണ് ഞാൻ തലയിൽ തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഹെയർ ഫോൾ കുറച്ചേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണയോ 3 തവണയോ യൂസ് ചെയ്യാം. എണ്ണ തേച്ചതിന് ശേഷം ഈ ഞാൻ പറഞ്ഞ ഈ സാധനം തലയിൽ തേച്ച് നല്ല രീതിക്ക് വെച്ചിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് തലയിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഷാമ്പൂ തേക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഇത് ഉലുവയായതുകൊണ്ട് ഭയങ്കരമായിട്ടും ഷാമ്പൂ ഇട്ടതുപോലെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ എണ്ണ തേച്ചിട്ട് ഇത് തേക്കാനായിട്ട് പറഞ്ഞു. എണ്ണ തേച്ചിട്ട് ഇത് തേച്ച് കുളിച്ച് വാഷ് ചെയ്ത് കളഞ്ഞിരുന്നാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആകത്തില്ല. നിങ്ങളുടെ ഹെയറിൽ ഭയങ്കരമായിട്ട് ഓയിൽനെസ് ഉണ്ടെന്ന് തോന്നിക്കത്തില്ല. നല്ല ഒരു മാനേജബിൾ ആയിട്ടുള്ള ഒരു ഇതിൽ നിങ്ങളുടെ ഹെയർ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കിടക്കുന്നത് കാണാം. എൻ്റെ തലയിൽ ഓയിലുണ്ട്, നല്ല രീതിക്ക് ഓയിലുണ്ട്. നല്ല രീതിക്കെന്നല്ല, ഓയിലുണ്ട്. ഇതിൻ്റെ കൂട്ടത്ത് ഞാൻ ആ ഒരു ഈ ഒരു സെറവും കൂടെ തലയിൽ തേച്ച് വാഷ് ചെയ്തിട്ടുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ കാണിച്ചു തരാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു സെറം നമ്മുടെ തലയിൽ നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കാം. അതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇതാണ് ഞാൻ തേക്കുന്ന എണ്ണ. ഇത് കാച്ചിയ എണ്ണയാണ്. ഇതിൽ ഞാൻ കാച്ചാനായിട്ട് ഉപയോഗിച്ചത് ഉലുവ, കറിവേപ്പില, ഫ്ലാക്സ് സീഡ്, ഇത് 3 ഇട്ടിട്ടാണ് ഞാൻ ഈ എണ്ണ കാച്ചിയെടുത്തത്. നല്ല സൂപ്പർ എണ്ണയാണ്. ഇതും കൂടെ തേച്ചാൽ പെട്ടെന്നല്ല, നിങ്ങളുടെ ആ ഹെയർ ഫോളിൻ്റെ ഡെപ്ത് അനുസരിച്ച് ഹെയർ ഫോൾ കുറയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ തലയിൽ എണ്ണ തേക്കണം. എൻ്റെ തലയിൽ ഓൾറെഡി എണ്ണയുണ്ട്, എന്നിരുന്നാൽ പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ സ്കാൽപ്പ് തൊട്ട് ഈ താഴെ ഇവിടം വരെ നിങ്ങൾ എണ്ണ തേക്കണം. സ്പ്ലിറ്റൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. സ്പ്ലിറ്റൻസ് വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ബോറായിട്ട് കിടക്കുന്നത്. ഇവിടെയുള്ള ഹെയറൊക്കെ നല്ല ഭംഗിക്ക് കിടന്നിട്ട് ഈ സ്പ്ലിറ്റൻസ് കാരണം നമ്മുടെ താഴോട്ടുള്ള മുടി ഭയങ്കരമായിട്ടും ബോറായിട്ട് കിടക്കും. നല്ല രീതിക്ക് നമ്മൾ ഇവിടെ എണ്ണ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് പാക്ക് ഇട്ടിരുന്നാലും ഇവിടെ നമ്മുടെ സ്കാൽപ്പ് തൊട്ട് താഴെ വരെ ആ പാക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറം തലയിൽ അപ്ലൈ ചെയ്യാം.
ഇത് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഹെയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഹെയർ എങ്ങനെയാണ് കിടന്നതെന്നും ഇപ്പോൾ കിടക്കുന്ന ആ ടെക്സ്ചറും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തെല്ലാം വ്യത്യാസമാണ് വന്നിട്ടുള്ളതെന്ന്. ഇത് ഞാൻ തലേ ദിവസം ആ സെറം തേച്ച് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സിൽക്കി ആയിട്ട് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയമൈസ്ഡ് ആയിട്ട് കിടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഹെയർ ശ്രദ്ധിച്ചാൽ ഭയങ്കര ഓയിലി ആയിട്ടാണ് കിടക്കുന്നത്. ഇത് എൻ്റെ ഇപ്പോഴുള്ള മുടി എന്ന് പറയുന്നത് ഓയിലി ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് ഒട്ടി കിടക്കുന്നതായിട്ട് തോന്നുന്നുമില്ല. ഈ ഷാമ്പൂ ഇട്ടതുപോലെ ഭയങ്കരമായിട്ട് പറന്നുമല്ല എൻ്റെ ഹെയർ കിടക്കുന്നത്. നല്ല രീതിക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ ഹെയർ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഭയങ്കരമായിട്ട് ഹെയർ ഫോളും ഈ ഡാൻഡ്രഫും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഞാൻ പറഞ്ഞ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹെയർ ഫോളിൻ്റെ എണ്ണം കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വന്ന മാറ്റം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് എൻ്റെ ഇനി അടുത്ത അപ്ഡേഷൻ അറിയാനായിട്ടാണ്. അപ്പോൾ ഓക്കെ.